നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ഇന്ന് ലോകത്തോട് വിട പറഞ്ഞ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ.പി. ഉണ്ണികൃഷ്ണൻ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. മുസ്ലിം ലീഗിൻ്റെ മതേതര മുഖമായ ഉണ്ണികൃഷ്ണൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി 2015 ചുമതലയേറ്റ ശേഷമുള്ള പൊതുപരിപാടിയിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. തൻ്റെ 15-ാം വയസ്സിൽ വിദ്യാർത്ഥിയായിരിക്കെ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം തങ്ങളെ കാണാനെത്തിയ അനുഭവമാണ് വീഡിയോയിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ പ്രായം 15 വയസ്സാണ്. തങ്ങൾ കസേരയിരിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതാണ് തങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തപ്പോൾ ഇപ്പം കാണുന്ന മേശയുടെ അടുത്തിരിക്കുന്ന കസേരയിൽ എണീറ്റ് നിന്നിട്ട് 2 കൈയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മാറോടടിച്ചപ്പോഴാണ് ഞാനും മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമായത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് എൻ്റെ ശരീരം ഒട്ടി നിന്നപ്പോഴാണ്. ആ ശരീരം ഒട്ടി നിന്നപ്പോൾ എൻ്റെ തലയിൽ ഒരു കൈ വെച്ചൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാവണം, ഞാൻ വിദ്യാർത്ഥിയാണ്, അത്യാവശ്യം പ്രസംഗിക്കണം, ഉന്നതങ്ങളിലെത്തണം. ആ ഒരു വാക്കിൻ്റെ ഫലമാണ് മലപ്പുറത്തെ 48 ലക്ഷം ജനങ്ങളുടെ ജനപ്രതിയായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പാണക്കാട് തങ്ങളുമാരുമായുള്ള ബന്ധത്തിലൂടെയാണ് എ.പി. ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗുമായി അടുക്കുന്നത്. തങ്ങൾ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഏതു ചടങ്ങിനും തങ്ങൾ കുടുംബത്തിൽ ഉണ്ണികൃഷ്ണനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. തങ്ങൾ കൈപ്പിടിച്ചുയർത്തിയ ഉണ്ണികൃഷ്ണൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായിരുന്നു. നിലവിൽ തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി, ഖാദി ബോർഡ് എന്നിവയിലും അംഗമായിരുന്നു. യാതൊരു നേട്ടവും ആഗ്രഹിക്കാതെ പാർട്ടിക്കായി ജീവിച്ച വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഉണ്ണികൃഷ്ണൻ ലോകത്തോട് വിട പറയുമ്പോൾ അണികളിലും നേതാക്കളിലും അത് ഏറെ വേദനയാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.